മെഗലോഡോൺ ഇന്നും നിലനിന്നിരുന്നെങ്കിൽ അത് മനുഷ്യർക്ക് ഭീഷണിയാകുമായിരുന്നു. വർഷങ്ങളായി മെഗലോഡോണിന്റെ ദൃശ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ചിലർ ഇപ്പോഴും ഒരു മെഗലോഡോണിനെ കണ്ടതായി അവകാശപ്പെടുന്നു. 2012 ബ്രസീലിയൻ തീരസംരക്ഷണ സേന ഈ സ്രാവിനെ ക്യാമറയിൽ പകർത്തി. അതിന് 60 അടിയിലധികം നീളമുണ്ടെന്ന് അവർ കണക്കാക്കുന്നു. ഏകദേശം 10 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മെഗലോഡോൺ സമുദ്രത്തെ ഒരു ഉന്നത വേട്ടക്കാരനായി ഭരിച്ചു. ഒരു മെഗലോഡോൺ പല്ല് മനുഷ്യന്റെ കൈയേക്കാൾ വലുതാണെന്ന് പറയപ്പെടുന്നു. ഇത് 70 അടിയിലധികം നീളവും 140.000 പൗണ്ടിൽ കൂടുതൽ ഭാരവുമുള്ളതായി കണക്കാക്കുന്നു. ചതുരശ്ര ഇഞ്ചിന് 40,000 പൗണ്ടിൽ കൂടുതൽ കടിക്കുന്ന ശക്തിയുള്ള മെഗലോഡോണിന് ഇതുവരെ ഉണ്ടായിരുന്ന ഏതൊരു മൃഗത്തിന്റെയും ഏറ്റവും വലിയ കടിയുണ്ടായിരുന്നു. ഒരു തിമിംഗലത്തെ പകുതിയായി കടിക്കാൻ മാത്രമല്ല, ഒരു മനുഷ്യനെ മുഴുവനായും വിഴുങ്ങാനും അവയ്ക്ക് കഴിഞ്ഞു. അവസാനത്തെ മെഗലോഡോൺ ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചതായി കണക്കാക്കപ്പെടുന്നു. ഇത് ശാസ്ത്രജ്ഞരെ പൂർണ്ണമായും അമ്പരപ്പിക്കുന്നു. ആഗോളതലത്തിലുള്ള ഭക്ഷ്യക്ഷാമമാണ് അവയുടെ വംശനാശത്തിലേക്ക് നയിച്ചതെന്ന് മറ്റുള്ളവർ കരുതുന്നു. മെഗലോഡോൺ നിലവിലുണ്ടായിരുന്നെങ്കിൽ അത് ഒരു ദിവസം 2,500 പൗണ്ടിലധികം ഭക്ഷണം കഴിക്കുമായിരുന്നു. ഇത് ഒരു കൂനൻ തിമിംഗലത്തിന് തുല്യമാണ്. മെഗലോഡോൺ ചൂടുള്ളതും സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ആഴമുള്ളതുമാണെന്ന് ചിലർ അവകാശപ്പെടുന്നു. പക്ഷേ മെഗലോഡോൺ ആഴം കുറഞ്ഞ വെള്ളത്തിനടുത്ത് ജീവിക്കുമെന്ന് ശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചിട്ടുണ്ട്.